കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈ 3 ശ്ലോകം കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് എനിക്ക് പ്രചോദനം തന്ന നമ്മുടെ ഗുരുവായൂരപ്പനും ആ ഗുരുവായൂരപ്പനെ പോലെ തന്നെയുള്ള ശ്രീരാമ ഭഗവാനും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും അല്ലെങ്കിൽ ഭക്തന്മാർക്കും ഭക്തകൾക്കും ഒക്കെ വളരെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ ചെയ്യണു. അങ്ങനെ മനസ്സാ നമസ്കരിക്കണു എല്ലാവരെയും. അങ്ങനെ ഞാൻ ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു രാമായണത്തിൽ കൂടെയുള്ള ഒരു യാത്രയ്ക്ക് ഞാൻ പുറപ്പെടുകയാണ്. അതൊരു സാഹസമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിന് ഭഗവാന്റെയും ഇത് കേൾക്കണ എല്ലാ ശ്രോതാക്കളുടെയും അനുഗ്രഹം എനിക്കുണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണു. അങ്ങനെ നമുക്ക് ഇതിലേക്ക് കടക്കാം. പല ചെറിയ പുസ്തകങ്ങളൊക്കെ സഹായത്തോടു കൂടി വായിച്ച് ആണ് ഞാൻ ഇത് പറയാൻ ഭാവിക്കുന്നത്. രാമായണം, അധ്യാത്മരാമായണം കഥ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കൂടെ വളരെ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് അതിനധികം ഒരു രസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ആ വാൽമീകി രാമായണത്തിൽ നിന്നാണല്ലോ എല്ലാ രാമായണങ്ങളും ഉണ്ടായത്. അതായത് എല്ലാ രാമായണങ്ങളുടെയും മാതാവ് തന്നെയാണ് വാൽമീകി രാമായണം. അനവധി തരത്തിലുള്ള രാമായണങ്ങളുണ്ട്. നമ്മൾ തന്നെ കേട്ടിരുന്നു ആനന്ദരാമായണം, കമ്പരാമായണം അല്ലേ, അധ്യാത്മരാമായണത്തിനൊക്കെ പുറമേ ഈവൻ മാപ്പിള രാമായണം, അങ്ങനെ അനവധി പല 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 രാമായണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അമ്മയാണ്, മാതാവാണല്ലോ വാൽമീകി രാമായണം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ലേശം പറഞ്ഞിട്ട് നമുക്ക് അധ്യാത്മരാമായണത്തിലേക്ക് പോവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിൻ്റെ ആചാര്യൻ. അപ്പോൾ അദ്ദേഹത്തിന് തമസാ നദീ തീരത്ത് വാൽമീകി ആവണേൻ്റെ മുമ്പല്ല കേട്ടോ. അദ്ദേഹം മഹർഷിയതിനു ശേഷം തമസാ നദീ തീരത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ട്. അപ്പം അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ രാമായണ ബീജം ഉണ്ടായത് അവിടെയാണ്. എന്താ വെച്ചാൽ 2 ക്രൗഞ്ച പക്ഷികൾ അവിടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ കാമലിയിൽ കേളികളാടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാട്ടാളൻ, ഒരു വേടൻ വന്നിട്ട് ഒരു പക്ഷി, ആൺപക്ഷി അമ്പെയ്ത് വീഴ്ത്തി. ആ ആൺപക്ഷി അങ്ങോട്ട് ചത്ത് വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ വളരെ ദുഃഖത്തോടുകൂടി നിലവിളിച്ച് ചിറകിട്ടടിക്കണത് കണ്ടു. ആ പെൺപക്ഷിയുടെ ദയനീയമായിട്ടുള്ള ആ അവസ്ഥ കണ്ടിട്ട് വാൽമീകി മഹർഷിയുടെ മനസ്സ് വല്ലാതെ പതറി. അദ്ദേഹത്തിന് എന്തോ ഒരു ദിവ്യശക്തി ഉള്ളിൽ ഉണർന്ന പോലെ തോന്നി. എന്നിട്ട് ശരിക്കും പറയാച്ചാൽ ആ കാട്ടാളിനെ ശപിക്കണ രൂപത്തിൽ ഒരു 4 വരി അദ്ദേഹത്തിൻ്റെ വായേന്ന് ആക്ച്വലി ഉതിർന്ന് വീണു എന്നാണ് പറയണത്. അതുവരെ ആരും ഒരു ശ്ലോക രൂപത്തിലൊന്നും എഴുതിയിട്ടില്ല അത്രേ. ആ ശ്ലോക രൂപത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു, വാക്കിൽ കൂടി പുറത്തു വന്നു. ആ ശ്ലോകമാണ് നമ്മൾ പറയണ. അത് ശരിക്കും പറയാച്ചാൽ ആ കാട്ടാളിനെ ശപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ശ്ലോകമാണെങ്കിലും അതേ സമയത്ത് തന്നെ അതിന് 2 അർത്ഥമുണ്ട്. അതേ സമയത്ത് തന്നെ ആ ശ്ലോകം
ശ്രീരാമചന്ദ്ര സ്വരൂപിയായിട്ടുള്ള ഭഗവാനുള്ള ഒരു ആശംസയും കൂടിയാണ്. അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു രസം. ആ ബീജ ശ്ലോകം എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അത് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. എന്താ അർത്ഥം വെച്ചാൽ, ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് ആ 2 പക്ഷികളിൽ നിന്ന് ഒന്നിനെ കൊന്ന് ആ മറ്റേ പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചത് കൊണ്ട് ഹേ കാട്ടാള നീ നശിച്ചു പോ എന്നാണ് ശരിക്കും വാൽമീകിക്ക് അപ്പം ദുഃഖം കൊണ്ട് മനസ്സിൽ വന്ന ഈ ശ്ലോകത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം അതാണ്. ഹേ കാട്ടാള, ഒരു പക്ഷിയെ കൊന്ന് മറ്റേ ആൺപക്ഷിയെ കൊന്ന് പെൺപക്ഷി ദുഃഖിപ്പിച്ചില്ലേ നീ? അത്ര സന്തോഷമായിട്ടിരിക്കണ ആ പക്ഷികളുടെ മിഥുനത്തിന് നീ അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് നീ നശിക്കട്ടെ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ശാപസ്വരൂപമായിട്ടുള്ള അർത്ഥം തന്നെ ഭഗവാനുള്ളൊരു ശ്രീരാമചന്ദ്രൻ്റെ ആശംസയായിട്ടും അതിനെ കാണാം. എങ്ങനെയാ വെച്ചാൽ, ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതനായ ഒന്നിനെ കൊന്നിട്ട്, അതായത് രാവണനെ കൊന്നിട്ടെന്ന്, കാമമോഹിതനായിട്ടുള്ള രാവണനെ കൊന്ന് ലോകത്തിനെ മുഴുവൻ തന്നെ രക്ഷിച്ചു. അങ്ങനത്തെ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഹേ ശ്രീരാമചന്ദ്രസ്വാമി, അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ എന്നും അതിനർത്ഥാവാം ഒരേ ശ്ലോകത്തിന്. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു കാട്ടാളിനെ ശപിച്ചു. ഇതിലങ്ങനെയല്ല, രാവണനെ കൊന്ന് ലോകത്തിനെ രക്ഷിച്ച ശ്രീരാമചന്ദ്രസ്വാമിക്ക് എന്നും നന്മ വരട്ടെ, അല്ലെങ്കിൽ എന്നും ജീവിച്ചിരിക്കട്ടെ, അങ്ങനെയും പറയാം. അപ്പോൾ ഈ ഒരു ശ്ലോകമാണ് ശരിക്ക് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ രാമായണങ്ങളുടെയും ബീജം, വിത്ത്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. അത് വളരെ ഒരു ഇതാണ്, അല്ലേ, അത്ഭുതമാണ്. 2 തരത്തിലും അത് പിന്നെ ഒരു ആശംസയും ആയി എന്നുള്ളത്. ഇതിന്നാണ്, ഈ ഒരു വിത്തുന്നാണ് രാമായണ മഹാവൃക്ഷം വളർന്നു വന്നത്. ഇന്ന് കാണുന്ന എല്ലാ രാമായണ വൃക്ഷങ്ങളും ഈ രാമായണ വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ്. ഭാഗ്യത്തിന് ആദ്യമായിട്ട് ആ വിത്ത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത് വാൽമീകിക്കാണ്. ഇത് കഴിഞ്ഞ് വാൽമീകി മഹർഷി കാട്ടാളിനെ ശപിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് തമസാതീരത്ത് ആശ്രമത്തിൽ വന്നപ്പോൾ അവിടെ സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ അവിടെ വന്നു. അപ്പോൾ ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞു അറിയോ? ഇങ്ങനെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മദേവനാണ് പറഞ്ഞത്, ആ കാട്ടാളിനെ നീ ശപിച്ചില്ലേ വാൽമീകി മഹർഷേ, അതിൽ ശരിക്ക് പറയാച്ചാൽ രാമായണം കഥ മുഴുവൻ ഉണ്ട്. അതൊരു കാര്യം ചെയ്യൂ, അതിപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. അതായത് എന്താ, രാവണനെ കാമമോഹിതനായിട്ടുള്ള രാവണനെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിച്ച ശ്രീരാമചന്ദ്രസ്വാമിക്കെന്ന്. അപ്പം അതിനെ ആ കഥാതന്തു അതിലുണ്ട്. എന്തുകൊണ്ട് അങ്ങ് അതിനെ വിപുലീകരിച്ച് നല്ല ഒരു കാവ്യാക്കൂന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാൽമീകി മഹർഷി ബ്രഹ്മദേവൻ്റെ ഉപദേശം അനുസരിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് വാൽമീകി മഹർഷി ആ ബീജം, ആ രാമായണ ബീജത്തിൽ നിന്നാണ് പിന്നെ ഈ വാൽമീകി രാമായണം എഴുതിയത്. ശരിക്കും പറയാച്ചാൽ വാൽമീകി രാമായണം തന്നെ എടുത്താൽ 24,000 ശ്ലോകമാണെന്നാണ് പറയുക. അതിൽ ശരിക്കും യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ശ്രീരാമനെ ഉപദേശിക്കണ 32,000 ശ്ലോകം കൂടിയും കൂട്ടിയാൽ ശരിക്കും അതും കൂടി ഉണ്ട്. അത് കൂട്ടിയാൽ 56,000 ശ്ലോകമുണ്ട് വാൽമീകി രാമായണത്തിൽ. അത്ര വിപുലമാണ്. അതിലത്തെ യോഗവാസിഷ്ഠം എപ്പോഴും വേറെയാണ് നമ്മൾ പറയാറ്. പക്ഷേ ശരിക്കത് യോഗവാസിഷ്ഠം വാൽമീകി രാമായണ അന്തർഗതമാണത്രേ. അപ്പോൾ 56,000 എന്ന് പറയാം, അല്ലെങ്കിൽ 24,000 എന്ന് പറയാം. 32 ഇതിലേ. ഇപ്പോൾ ഒന്നും അത് മുഴുവനൊന്നും അവൈലബിൾ അല്ല കേട്ടോ, പക്ഷേ ഒറിജിനലി അങ്ങനെയാണെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ എന്നാൽ ഇതാണ് ഇപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ കഥ.
മാത്രമല്ല വാൽമീകി രാമായണത്തിൽ പിന്നെ എന്താണ് ശ്രീരാമനെ ഒരു മര്യാദ പുരുഷോത്തമനായിട്ട്, അല്ലെങ്കിൽ അല്ലേ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്, ധർമ്മസ്വരൂപം പൂണ്ട ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പറയുകയും സ്തുതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് പിന്നെ എങ്ങനെയാച്ചാൽ ഇതിൻ്റെ അധ്യാത്മവശത്തെ മാത്രം എടുത്തിട്ട്, ഇപ്പോൾ ഒരു എന്താ പറയുക, അരയന്നം പാലും വെള്ളവും കൂടി ഇരിക്കണമെന്ന പാല് മാത്രം എടുത്തു എന്ന പോലെയാണ് ഈ വാൽമീകി രാമായണത്തിലത്തെ അധ്യാത്മം. അതിലൊരുപാട് ഡിസ്ക്രിപ്ഷൻസും എല്ലാം ഉണ്ട്, വളരെ വിസ്തരിച്ചിട്ടേ. അതിലത്തെ ആധ്യാത്മിക വശത്തെ മാത്രം വലിച്ചെടുത്തിട്ട് ഉള്ള ഒരു കുറച്ചും കൂടി ചെറുതായിട്ടുള്ളൊരു കൃതിയാണ് ആധ്യാത്മരാമായണം. അതിൽ യോഗവാസിഷ്ഠത്തിനെ ഒട്ടും സംഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ബാക്കി 24,000 ശ്ലോകം ഉണ്ടല്ലോ യോഗവാസിഷ്ഠം കൂടാതെ, ആ വാൽമീകി രാമായണത്തിലത്തെ ആ അധ്യാത്മവശത്തിനെ മാത്രം വലിച്ചെടുത്ത് അല്ലെങ്കിൽ തിരിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് അധ്യാത്മരാമായണം. അതിനൊരു നല്ല ഒരു ഉദാഹരണം ഞാൻ വായിച്ചു. എനിക്കത് വളരെ ഇഷ്ടമായി. എന്താ അറിയോ, അത് വളരെ അത് പറയാമെന്ന് വിചാരിക്കാൻ ഇവിടെ. അപ്പോൾ 2 സെഷൻ വേണ്ടിയൊരു നിശ്ചല്യ ഇൻട്രൊഡക്ഷൻ എങ്കിൽ പോലും ഇത് പറയാൻ നമുക്കത് വളരെ നല്ലതായിട്ട് തോന്നി എനിക്ക്. എന്താ വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഒരു സമുദ്രം എടുത്താലേ ആ സമുദ്രത്തിൽ നിന്ന് ജലം നീരാവിയായി പോയി കുറേ കഴിയുമ്പോൾ മഴ പെയ്ത് സമുദ്രത്തിലും കുറേ വീഴും, പിന്നെ മലകളിലൊക്കെ വീണിട്ടാണല്ലോ ഈ നദികളുണ്ടാവണേ. സമുദ്രത്തിലത്തെ ജലം തന്നെയാണ് ശരിക്ക് കാര്യമായിട്ട്, സമുദ്രത്തിലെ ജലം തന്നെയാണ് നീരാവിയായിട്ട് പോയിട്ട് നമുക്ക് മഴയായിട്ട് കിട്ടുന്നത്. മറ്റിടത്തൊക്കെ ബാക്കി ജലാശയങ്ങളിലൊക്കെ സമുദ്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ജലമല്ലേ ഉള്ളൂ. അപ്പോൾ സമുദ്രം ഭൂമി മുഴുവൻ എത്രയോ ഭാഗം നിറഞ്ഞു നിൽക്കുന്നതുമാണ്. അപ്പോൾ മെയിനായിട്ട് സമുദ്രത്തെ ജലം തന്നെയാണ് നമുക്ക് മഴ തരണത്. ഈ സമുദ്രജലം നീരാവിയായി പോയി നമുക്ക് മഴയായി പെയ്തിട്ടാണ് ചെറിയ ചെറിയ അരുവികളും പുഴകളും ഒക്കെ ഉണ്ടാണ്. വലിയ പുഴകളും അതെ, ഗംഗാ നദി അടക്കം, ഹിമാലയത്തിൽ നിന്ന് ബ്രഹ്മപുത്ര, വലിയ നദികളും അതെ, ചെറിയ അരുവികളും അതെ. എന്നിട്ട് ഈ നദികളൊക്കെ നമുക്ക് ജനങ്ങൾക്ക് എത്രയോ അധികം ഉപകാരപ്രദമാണ്. നദികളിലത്തെ വെള്ളം ഒന്നാമത് സമുദ്രത്തിൽ അപാരാണ്, നമുക്ക് എന്തെങ്കിലും ഇറങ്ങി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. മാത്രമല്ല ഉപ്പ് വെള്ളമാണല്ലോ, അപ്പോൾ നമുക്ക് കുടിക്കാൻ അതിനെ ശുദ്ധീകരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ സമുദ്രജലമാണ് അമ്മാച്ചാലും നമുക്കത് യഥേഷ്ടം നമ്മുടെ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ അത്ര ഉചിതമായിട്ടുള്ളൊരു ഒരു സ്ഥിതിയിലല്ല സമുദ്രജലം. അതേസമയം സമുദ്രജലത്തിൽ തന്നെ വന്നതാണെങ്കിലും മഴയായി വന്ന് ഈ ഗംഗാനദിയോ ബ്രഹ്മപുത്ര പോലുള്ള വലിയ നദികളടക്കം ബാക്കി പല ചെറിയ ചെറിയ നദികളും മനുഷ്യർക്ക് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും എല്ലാം ഉപയോഗയോഗ്യമാണ്. എന്നാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കണം? അവസാനം എല്ലാ നദികളുടെയും ഉദ്ദേശം സമുദ്രത്തിൽ പോയിട്ട് ചേരലുമാണ്. സമുദ്രം തന്നെയാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അങ്ങനെയാണ്. പക്ഷേ സമുദ്രജലത്തിനേക്കാളും എത്രയോ അധികം നമുക്കൊക്കെ ഉപയോഗപ്രദമാവണത് ഈ നദികളിലത്തെ ജലമാണ്. ഈവൻ ദോ സമുദ്രജലത്തിൽ നിന്നാണ് ഇത് നമുക്ക് വന്നതെങ്കിൽ പോലും അതുപോലെയാണെന്ന് കണ്ടു, ഞാൻ വായിച്ചു, അതെനിക്ക് വളരെ ഇഷ്ടമായി. വാൽമീകി രാമായണത്തിനെ നമുക്ക് സമുദ്രമായിട്ട് സങ്കല്പിക്കാം. ആ സമുദ്രത്തിൽ നിന്ന് ഉണ്ടായ ആധ്യാത്മിക വശം മാത്രം നീരാവിയായി പോയി പെയ്ത് മഴയായതാണ് അധ്യാത്മരാമായണം പോലുള്ള ഭക്തി നിർഭരമായിട്ടുള്ള രാമായണങ്ങളൊക്കെ. ശരിക്കും പറയാച്ചാൽ വാൽമീകി രാമായണത്തിന് ഉണ്ടായത് തന്നെയാണ്. പക്ഷേ മനുഷ്യർക്ക് കൂടുതലും ഭക്തി വർദ്ധിക്കാനും ആസ്വദിക്കാനും, വാൽമീകി രാമായണം ആസ്വദിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ കൂടുതൽ നമുക്ക് ഈ സംസാരസാഗരം കടക്കാനുള്ള ഒരു ശക്തിയായി തീരുന്നത് നമുക്ക് ഈ ആധ്യാത്മികത ഇതിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ്
അധ്യാത്മരാമായണം നദി പോലെയും വാൽമീകി രാമായണം സമുദ്രം പോലെയും എന്ന് ഞാൻ വായിച്ചു. അതെനിക്ക് വളരെ ഇഷ്ടമായി. കാരണം സമുദ്രത്തിൽ നിന്ന് വാൽമീകി രാമായണത്തിൻ്റെ ആധ്യാത്മിക വശം എടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിനെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ചെറിയ കൃതിയാക്കിയിട്ട് ചെയ്തു വ്യാസൻ. അങ്ങനെയാണ് ഇതെന്ന്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയണമെന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അധ്യാത്മരാമായണം എഴുതിയത് വ്യാസനല്ല എന്ന് അനവധി ദിക്കിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനമാണ് കാര്യമായിട്ട് ഫോളോ ചെയ്യണത്. അതിലൊരിക്കലും പറഞ്ഞിട്ടില്ല വ്യാസൻ്റെ അല്ല എന്നല്ല, വ്യാസൻ്റെ ഭാരതമായിട്ട് തന്നെയാണ്, ആധ്യാത്മരാമായണമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പലർക്കും പല അഭിപ്രായങ്ങളിലും ഇത് വരരുചിയാണ് പറയുന്നുണ്ട്, ചിലർ ഭർതൃഹരിയുടെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ വെറും ഒരു ബ്രാഹ്മണൻ, ഭക്തബ്രാഹ്മണൻ, അതായത് ഭക്തിപ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഈ വാൽമീകി രാമായണത്തിന് ഭക്തി അത്ര ഇല്ല. കാരണം ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ ഒരു മനുഷ്യനായിട്ടാണല്ലോ, അപ്പോൾ അതിൽ ഭക്തി അത്ര ഇതില്ല. അപ്പോൾ ഭക്തിപ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഏതോ ഒരു നല്ല ഭക്തിയുള്ളൊരു ബ്രാഹ്മണൻ എഴുതി എന്നുള്ളൂ, രാമാനന്ദ സ്വാമിയാണ് എഴുതിയെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഭക്തിയുള്ള ബ്രാഹ്മണൻ എഴുതി രാമാനന്ദ സ്വാമി പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഭാരതത്തിൽ ഇപ്പം പ്രചാരത്തിലുള്ള ഒരു ഭക്തി നിർഭരമായിട്ടുള്ളൊരു രാമായണമാണ് അധ്യാത്മരാമായണം. അതിൻ്റെ വിവിധ ഭാഷകളിലുള്ള പിന്നെ കിളിപ്പാട്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഈ അധ്യാത്മരാമായണത്തിനെ ചുവട് പിടിച്ച് എഴുതിയതാണ്. അത് ഭക്തിപ്രസ്ഥാനം വന്നപ്പോൾ എല്ലാവർക്കും അത് വേണച്ചിട്ട് പിന്നെ വ്യാസനൊന്നും അല്ല എന്നുള്ളൊരു പക്ഷമുണ്ട്. അപ്പോൾ അത് പല ഇതിൽ ഞാൻ വായിച്ചു, പലരും കാണുന്നുണ്ട്, അതിനൊക്കെ എല്ലാറ്റിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സത്സംഗത്തിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആരെ എഴുതിയതാണോ വ്യാസനല്ലേ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ ശ്രദ്ധ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസൊക്കെ അത് കണ്ടുപിടിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് എഴുതുകയും അത് വിശ്വസിക്കാൻ ഏതാ ഇഷ്ടം വെച്ചാൽ അത് വിശ്വസിക്കുകയൊക്കെ ചെയ്തോട്ടെ. നമുക്കതിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടെന്നാണ്. നമ്മുടെ സത്സംഗത്തിൽ ഇപ്പോൾ എന്താണ്, ഭക്തി സംവർദ്ധകമായിട്ട് നമ്മുടെ മനസ്സിന് ഭഗവാനോട് അടുക്കാനും നമുക്ക് സമാധാനവും സന്തോഷവും തരാനും എന്താണ് വേണ്ടതെന്നാണല്ലോ സജ്ജന സംസർഗം കൊണ്ട് നമുക്കിപ്പോൾ ഈ സത്സംഗത്തിൽ നമുക്ക് നമ്മുടെ സജ്ജനായിട്ട് ഇപ്പോൾ ഇവിടെ അധ്യാത്മരാമായണമാണ്. ആ സജ്ജനമായിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകം ആയിട്ടുള്ള ആ അധ്യാത്മരാമായണമാണ് നമുക്കിപ്പോൾ സംസർഗം അല്ലേ. അപ്പോൾ ആ പുസ്തകത്തിന് നമുക്ക് ആധ്യാത്മികമായിട്ട് എന്ത് ലഭിക്കണമെന്ന് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോണില്ല. ആരെ എഴുതിയെന്ന് നമുക്കിപ്പോൾ വ്യാസം തന്നെ എഴുതിയെന്നുള്ള നിലയ്ക്ക് നമുക്ക് അധ്യാത്മരാമായണം തുടങ്ങാം. അതൊന്ന്. പിന്നെ വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും പിന്നെ അധ്യാത്മരാമായണം മൂലവും, അതായത് വ്യാസൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരാ എഴുതി വെച്ചാൽ ആരായാലും ആ വാൽമീകിയുടെ വാൽമീകി രാമായണവും അധ്യാത്മരാമായണം മൂലം സംസ്കൃതത്തിലുള്ള ആ അധ്യാത്മരാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും ഒക്കെ കൂടി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം അത് പറയണേക്കാളും അതാത് സ്ഥലത്ത് വരുമ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെയല്ല വാൽമീകി രാമായണത്തിൽ, ഇങ്ങനെയാണ് അധ്യാത്മരാമായണം മൂലത്തിൽ, പക്ഷേ എഴുത്തച്ഛൻ്റെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ പറഞ്ഞു പോവാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കണത് കേട്ടോ. അത് എത്രത്തോളം എനിക്കതിനൊക്കെ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കഴിവിൽ വലിയ അങ്ങേയറ്റം വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെ എല്ലാവരെയും ഇത് ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കണേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയിൽ മാത്രമാണ് ഞാൻ തുടങ്ങണത്. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഞാൻ ഏതെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തു എന്ന് വരാം. അത് ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ വളരെ ഉപകാരമാവും. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ്, അതാത് സമയത്ത് അതാത് ഇൻസിഡൻ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ്, അധ്യാത്മരാമായണം മൂലത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെയുള്ളത് നമുക്ക് പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് ആ രാമായണ ബീജവും ഇപ്പോൾ എന്താണ് അധ്യാത്മരാമായണം നമുക്ക് മനസ്സിലായില്ലോ. വാൽമീകി രാമായണത്തിലത്തെ ആ ആധ്യാത്മവശത്തെ മാത്രം എടുത്തിട്ട് ഒരു ചെറിയ രാമായണം ഉണ്ടാക്കിയതാണ് അധ്യാത്മരാമായണം. അതായത് ആ സ്പിരിച്വൽ
ആയിട്ട് എന്താണ് വാൽമീകി രാമായണത്തിലുള്ള അത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ കാര്യമായിട്ട്. കാരണം വാൽമീകി രാമായണം അത്ര എലാബറേറ്റാണ്, വളരെയധികം ഡിസ്ക്രിപ്ഷൻ, പ്രകൃതിയുടെ പിന്നെ വിവരണങ്ങൾ ഒക്കെ അനവധിയുണ്ട്. അങ്ങനത്തെ കുറേ ഡിസ്ക്രിപ്ഷൻസൊക്കെ വിട്ടിട്ട് അതിൽ ആ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത മാത്രം എടുത്ത് നമുക്ക് ശരിക്കും പറയാച്ചാൽ ഒരു ചെറിയൊരു പുസ്തകമാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആസ്വദിക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, അതായത് ശ്രീരാമ ഭഗവാന്റെയും ഹനുമൽ ഭഗവാന്റെയും കൂടെ നമുക്ക് നടന്ന് നമുക്ക് ഈ രാമായണത്തിൽ കൂടെ യാത്ര ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഭഗവാന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയാൻ ഇല്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന് പുറമെ ഈ ശ്രോതാക്കളായിട്ടുള്ള ഭക്തന്മാരെയും ഭക്തകളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ അധ്യാത്മരാമായണത്തിൻ്റെ ആമുഖം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.